ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നഷ്ടം എനിക്ക് നിനക്കുവാ. അമ്മ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? കൊല്ലണം, രാധികയെ കൊല്ലണം. മുത്തശ്ശി, എന്താ ഇവിടെ എന്താ ഈ കാണിക്കുന്നേ? ദേവ, പ്രിയങ്കമോൾ ഇതിനകത്തുണ്ടടാ, നീ ഒന്ന് കേറി നോക്ക്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? അമ്മ എന്തിനാ അവിടെ നിന്ന് പോകുന്നത്? അമ്മ വന്നേ, വാ. ഞാൻ വരില്ല, എന്റെ പ്രിയങ്കമോളെ കൂട്ടാതെ ഞാൻ വരില്ല. മുത്തശ്ശി പറയുന്ന ഒന്ന് കേൾക്ക്. പ്രിയങ്കയ്ക്ക് എന്താ സംഭവിച്ചെന്ന് നമുക്ക് അറിഞ്ഞൂടെ? നമുക്കത് നീ മിണ്ടി പോവരുത്. നീ ഒറ്റ കാരണം എന്റെ പ്രിയങ്കമോള് പോയത്. അയ്യേ, അവള് ജീവിച്ചിരുന്നാ നിനക്ക് സഹിക്കത്തില്ല. അമ്മേ, ദേവ, അമ്മ പറയുന്നു കേക്ക് മോനെ. നീ ഇതിനകത്തേക്കൊന്ന് കേറി നോക്ക്. എന്തൊക്കെയാ മുത്തശ്ശി പറയുന്നത്? വാ, നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് വീട്ടിൽ പോവാന്ന്. ഞാൻ വരില്ല, ഞാൻ വരില്ല. അമ്മ വന്നേ, ദേവ പറയുന്ന കേക്ക്. അമ്മ വന്നേ, നമുക്ക് വന്ന് പിന്നെ നോക്കാം. ഞാൻ പറയുന്നത് ഭഗവാനാണ് സത്യ. പ്രിയങ്കമോൾ ഇതിനകത്തുണ്ട്, ഒന്ന് കയറി നോക്കടാ. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അമ്മ വന്നേ. എടാ ദേവ, മുത്തശ്ശി എടാ നടക്ക്, മോനെ, നമുക്ക് നോക്കാം. എടാ എന്റെ മോൾ അതിനകത്തുണ്ടെന്ന്. അതെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് മോനെ. മോനെ, മോനെ ഒരു വണ്ടി കിട്ടുന്നിടത്ത് ഞങ്ങൾ ഇറക്കി വിട്ടാ മതി. ഞാൻ കൊണ്ടുപോയിക്കോളാം അമ്മേ. വേണ്ട, ഞങ്ങൾ എന്തായാലും കൂടെ വരാം. ദേവ, ഇവര് ചതിക്കും. മോനെ, നീ അച്ഛൻ പറയുന്ന പോലെ ചെയ്താ മതി. ഏയ്, ദേവ, നിന്റെ മോള് മരിച്ചിട്ടില്ല, അവൾ ഇതിനകത്തുണ്ട്. ഞാൻ പറയുന്നത് എന്നെങ്കിലും നിനക്ക് ബോധ്യാവും. അമ്മ എന്നും മിണ്ടാതിരിക്കെ, വന്ന് വണ്ടി ദേവ, കയറ്. മോനെ. വാ അമ്മേ. ദേവ, വാ, കേറ്. നീ വണ്ടി കയറിക്കോ. മോളെ, நல்லா சாப்பிட்டாச்சா? இனி கஞ்சி வேணுமா உனக்கு?
മോനെ എന്താ ഗൗതം, അച്ഛൻ നിന്നോട് ഒളിക്കാൻ പറഞ്ഞു എന്നുള്ളത് സത്യ. പക്ഷേ ആ ഒളിച്ചോട്ടം സ്ഥിരമാക്കാൻ തീരുമാനിച്ചോ നീ? ഞാൻ ഇവിടേക്ക് വന്ന എല്ലാവരുടെയും പെരുമാറ്റം എന്തായിരിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. എന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയോ? അച്ഛൻ ജയിലിൽ കിടക്കുക. നിന്നെ ഒന്ന് കാണാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഇതിന് മാത്രം ഞാൻ എന്ത് പാപമാ ചെയ്തത്? അമ്മേ, കേൾക്കുന്ന കുത്തുവാക്കുകൾക്ക് കണക്കില്ല. ഏട്ടന്റെയോ ഏട്ടത്തിയുടെ ഒരു നോട്ടം മതി മനസ്സൊന്ന് ചാടാൻ. സത്യം പറഞ്ഞ ആത്മഹത്യയെ കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചു പോയി. ചെറിയമ്മേ, അമ്മേ, അമ്മ അങ്ങനെയൊന്നും പറയില്ലേ. നിന്റെ അച്ഛനെ ജയിലിലാക്കിയവള് ഇപ്പൊ കണിമംഗലത്തെ രാജകുമാരിയാ. തലയിൽ വെച്ചാ എല്ലാവരും അവളെ കൊണ്ടു നടക്കുന്നെ. അത് കണ്ടിട്ട് എങ്ങനെയാണ് സമാധാനമായിട്ട് ഉറങ്ങുന്നത്? ഗൗതം, ചെറിയച്ഛൻ കഷ്ടപ്പെട്ടതും ജയിലിൽ പോയതൊക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയാ. നമുക്ക് നേട്ടം ഉണ്ടാവുന്ന കാര്യങ്ങളെ ചെറിയച്ഛൻ ആലോചിച്ചിട്ടുള്ളൂ. എന്നിട്ട് ആ ചെറിയച്ഛൻ ഇരുമ്പഴികൾക്കുള്ളിൽ കിടക്കുമ്പോ ഒന്നും ചെയ്യാതെ നമ്മളിങ്ങനെ മാറി നിൽക്കുന്നതൊക്കെ ശരിയല്ല. നിന്റെ ഒരു കാര്യത്തിനും അച്ഛൻ ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. നിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ പോലും സ്വന്തം തെറ്റുകളായിട്ട് ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. അവളോ ആഗ്രഹിച്ചതൊക്കെ നേടി. വരുണിന്റെ ഭാര്യയായി, കണിമംഗലത്തിന്റെ മരുമകളായി. നഷ്ടം എനിക്ക് നിനക്കുവാ. അമ്മ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? കൊല്ലണം. രാധികയെ കൊല്ലണം. അച്ഛൻ ജയിലിൽ കിടക്കുന്നത് എന്റെയും നിന്റെയും മനസ്സില് ഒരു തീരാവേദനയായി കിടക്കുന്നത് പോലെ കണിമംഗലത്തുകാരുടെ നെഞ്ചിലെ നീറ്റിലായിട്ട് രാധികയുടെ മരണവും കാണണം. പറ്റുമോ നിനക്ക്? പറ്റും. ഇന്ന് തന്നെ ഞാൻ അത് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. ഗൗതം, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളെ ഇല്ലാതാക്കി സ്വന്തം ജീവിതം നശിപ്പിച്ചു കളയണ്ട. ആരും അറിയാതെ അവളെ ഇല്ലാതാക്കാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. കൽപ്പന പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. എങ്കിൽ ഗൗതം വാ, പുറകുവശത്തെ ഗൗണി വഴി ടെറസിലേക്ക് കയറിയാ മതി. ചെയ്യാനുള്ള കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് അതുവഴി നീ ഇറങ്ങിപ്പോണം.